ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകം 4, ശ്ലോക 8. ഇത്തം അഭ്യസന നിർഭരോ ലസത് ത്വത്പരാത്മസുഖ കൽപ്പിതോത്സഹാഃ മുക്തഭക്തകുലമൗലിതാം ഗതാഃ സഞ്ചരേമശുക നാരദാദിവത്. ഇത്തം ഇപ്രകാരം പറഞ്ഞ രീതിയിലുള്ള സമാധിയിൽ നിലനിൽക്കുന്ന അവസ്ഥ, അഭ്യസന യോഗാഭ്യാസം, നിർഭരോല്ലസത് ഏറ്റവും പ്രകടമാകുന്ന അഭ്യാസം, ത്വത് ഭഗവാന്റെ, പരാത്മസുഖ പരബ്രഹ്മത്തിനാൽ ഉണ്ടാവുന്ന ആ ഒരു ആനന്ദം, കൽപ്പിതോത്സമാഹ ബ്രഹ്മാനന്ദം, ഹർഷം, വേഗം എന്നിവ തരുന്ന ഒരു മനതൃപ്തി, മുക്ത ജീവികൾക്ക് തരുന്ന മുക്തി അല്ലെങ്കിൽ മോക്ഷം, ഭക്ത ഭക്ത ശിരോമണികൾ, കുലമൗലിതാം ഏറ്റവും കൂടുതൽ ഭഗവാനോട് ചേർന്ന് നിൽക്കുന്ന ഭക്തന്മാരിൽ ഒരാൾ, ഗതാഹ അങ്ങനെ നടക്കുന്ന ഒരു ഭക്തൻ, സഞ്ചരേമ ആനന്ദത്തിൽ ആറാടുന്ന ആ മനസ്സ്, ശുക ശുകമുനി, നാരദ നാരദമുനി, ആദിവത് മുതലായവർ. ഇത്തമഭ്യസന നിർഭരോ ലസത് ത്വത്പരാത്മസുഖ കൽപ്പിതോത്സവാഃ മുക്തഭക്തകുലമൗലിതാം ഗതാഃ സഞ്ചരേമശുക നാരദാദിവത്. ഇങ്ങനെ പറഞ്ഞപ്പെട്ടിട്ടുള്ള രീതിയിൽ എല്ലാവിധ കാര്യങ്ങളും നേരിട്ട് കൊണ്ട് ഏകാഗ്രതയോടുകൂടി പല രീതിയിലുള്ള സമാധിയിൽ പറഞ്ഞ പ്രകാരം നിൽക്കുന്ന ആ ഒരു അവസ്ഥയിൽ ഒരു ഭക്തന് യോഗാഭ്യാസത്തിലൂടെ പ്രകടമാകുന്ന ആ ഭഗവാന്റെ പരബ്രഹ്മാവിനാൽ പരമാനന്ദം ലഭിക്കുന്നു. അങ്ങനെ ആ മനസ്സിന് മനസന്തോഷം ലഭിക്കുകയും ആ ജീവന് മുക്തി ലഭിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഭക്ത ശിരോമണികളായി തീർന്ന അനേകം പേർ ഉള്ളവരിൽ ഏറ്റവും കൂടുതൽ ആനന്ദത്തിൽ നടക്കുന്ന പലരും ഉണ്ട്. അതിൽ ശുകമുനിയും നാരദമുനിയും ഏറ്റവും വലിയ ഉദാഹരണമാണ്. അങ്ങനെ ഒരു ഭക്തൻ തൻ്റെ യോഗാഭ്യാസത്തിൽ ഏറ്റവും കൂടുതൽ ഏകാഗ്രതയോടെ ഇരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഭക്ത ശിരോമണികളിൽ ഒരാളായി മാറി തീരുവാനും സാധിക്കുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ.